എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖമൊക്കെ കണ്ടില്ലേ വീങ്ങിയിരിക്കുന്നത്. രാവിലെ എണീച്ച് കുറേ സമയത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ മുഖത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ നമ്മുടെ ഷെഫീന ബീബിയും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൻ്റെ സ്വന്തം രാധയും കൂടി തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ പരസ്പരം വെല്ലുവിളിയും ചെളിവാരി എറിയലും അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഷെഫീന ബീഗത്തിന് ഒരു നല്ലൊരു മറുപടിയുമായിട്ട് നമ്മുടെ കണ്ണൻ്റെ സ്വന്തം രാധ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കണ്ണൻ്റെ രാധയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് മറുപടി പറയാം. ഞാനടക്കം ഒരുപാട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തിയുടെ പേരിലാണ് ഞാൻ കേസ് കൊടുത്തത്. അവന്റെ ഡീറ്റെയിൽ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ? ഭയങ്കര കോടതി വരെ ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞ അഭിമാനത്തോടെ നല്ല ഭാഷ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ അത്രത്തോളം നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കാരണം അവനാണ് ഇതൊക്കെ പുറത്ത് വിട്ടുകൊടുത്തത്. അവനെ കുറിച്ചൊരു ഡീറ്റെയിൽ ഒരു മനുഷ്യനും അന്വേഷിച്ചില്ല. അവൻ ഏതാണ്, ഞാൻ പരാതി കൊടുത്തത് മാത്രമേ എല്ലാവരും അന്വേഷിച്ചുള്ളൂ. പരാതി കൊടുത്ത വ്യക്തിയുടെ കുറിച്ച് ഒരു മനുഷ്യൻ പോലും അന്വേഷിച്ചില്ല. അവൻ എന്താണ്, അവന്റെ സാഹചര്യം എന്താണ്, അവൻ ആരുടെയൊക്കെ കുടുംബത്തിൽ കയറി കളിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും ഇനി മേ ബി ഇവരറിയാവുന്ന വ്യക്തിയാണോന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഉള്ള കേസിന്റെ ഡീറ്റെയിൽ ആണ് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഫുൾ ഹിസ്റ്ററി എവിടൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടോ ഒക്കെ ഞാൻ എടുത്തുതരാം. ഞാൻ വേണേ പബ്ലിഷ് ചെയ്യാം, ഞാൻ തന്നെ വന്ന് പബ്ലിഷ് ചെയ്യാം. ഇന്ന സ്ഥലത്ത് ഇന്ന കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതല്ല ഞാൻ നിങ്ങൾക്ക് തന്ന വെല്ലുവിളി. ഞാൻ നിങ്ങൾക്ക് തന്ന വെല്ലുവിളി എന്താ വെച്ചാല്, എന്റെ പേര് ഹണി ട്രാപ്പുമായിട്ട് ഏതെങ്കിലും സ്റ്റേഷനിൽ പരാതി ഉണ്ടെങ്കിൽ അതിൻ്റെത് സരിതാപിള്ള കാണിക്കും പോലെ ഒരു പേപ്പർ പൊക്കി പിടിച്ച് ജസ്നയുടെ പേരിലുള്ള പരാതിയാണ് അല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല സ്ക്രീനിൽ കൊടുക്കണം. തുടങ്ങിയിട്ടല്ലേ നിങ്ങൾ എടുക്ക്, ഡീറ്റെയിൽ നന്നായിട്ട് എടുക്ക്. ഞാൻ കാത്തിരിക്കുക. ശ്രീപക്ഷം നിൽക്കുന്ന നിങ്ങളെ ഡീറ്റെയിൽ മുഴുവനായിട്ട് നിങ്ങളൊന്ന് എടുത്തിട്ട് നിങ്ങളൊന്ന് തെളിയിക്കും. ഞാൻ അത്രക്ക് നിങ്ങൾ പറയുന്ന ആ ഭാഷയിലുള്ള വ്യക്തിയാണ് എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും. പുള്ളിക്കാരത്തി ചെളി എന്ന് പറഞ്ഞത് വാക്കൊന്ന് പിണഞ്ഞു പോയി. ചെളി എന്ന് പറഞ്ഞത് വേറെ ഒരു വാക്കായിപ്പോയി. പക്ഷേ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ പുള്ളിക്കാരത്തി അത് തിരുത്തി പറഞ്ഞു. അത് നന്നായി. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഷെഫീന ബീഗം എന്ന് പറയുന്ന നമ്മുടെ സഹോദരി, ഈ സഹോദരിയെ പറ്റി വളരെ മോശത്തിൽ ഹണി ട്രാപ്പുകാരിയാണ് അല്ലെങ്കിൽ മറ്റ് എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോഴുള്ള ഈ പുള്ളിക്കാരത്തിയുടെ പ്രതികരണമാണ്. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. അതിവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മളെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ തീർച്ചയായും ഇങ്ങനെയൊക്കെ പ്രതികരിക്കത്തുള്ളൂ. അതിൽ പ്രതികരിച്ചവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഇവർ ഹണി ട്രാപ്പുകാരിയാണോ അല്ലയോ എന്നുള്ള കാര്യം തെളിയിക്കാനുള്ള ബാധ്യസ്ഥത ഷെഫീന ബീഗത്തിന് തന്നെയാണ്. കാര്യം ഇവർ ഷെഫീന ബീഗത്തിനെ വെല്ലുവിളിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വെല്ലുവിളിയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ വന്നിട്ടല്ലേ പരസ്പരം ചെളിവാരി എറിയുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് തന്നെ അത് സോൾവ് ചെയ്യേണ്ട ബാധ്യത നമ്മുടെ ഷെഫീന ബീഗത്തിനാണ് ഉള്ളത്. അവർക്ക് അതിനുള്ള ധൈര്യവും കഴിവും ഒക്കെ ഉള്ള ആളാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി നേരിട്ടറിയാം, ഇനി എന്താവും എന്നറിയാം. എന്തായാലും ബാക്കി കൂടി നമ്മുടെ കണ്ണൻ്റെ രാധയ്ക്ക് പറയാനുള്ളത് കേൾക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത അത് എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ച് വെറുതെ ആയിപ്പോവും. അതുകൊണ്ടാട്ടോ, നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. അത് നിങ്ങളുടെ നിലവാരം എന്തോ അതേപോലെ നിങ്ങൾ പെരുമാറുള്ളൂ. അവിടെ അതാർക്കും തടയാനോ ഇതാക്കാനോ പറ്റില്ല. ഒരുപാട് ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടു, അടിച്ചണ്ണാക്ക് കിട്ടിയില്ലേന്ന്. എന്തടിച്ചണ്ണാക്ക് കിട്ടിയില്ലേന്ന്? ഒരാളുടെ ഇത്രത്തോളം തരം താന്ന് സംസാരിക്കുന്നതാണോ? ഞാൻ ആ തരം താന്ന് സംസാരിക്കാനല്ലല്ലോ വെല്ലുവിളിച്ചത്. ഞാന് ഡാഡിക്ക് പിറന്നോളൂ എന്നാ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത്രത്തോളം കാരണം
എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അവരെന്റെ നിലവാരം അളക്കും. അത് താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. താങ്കളെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം വാസ്തവമാണ്. പ്രത്യേകിച്ചും കേരളത്തിലുള്ള ജനതയ്ക്ക് മുഴുവനും താങ്കളെ അറിയാം. പിന്നെ നമ്മളെയൊന്നും ആരും അറിയാനായിട്ട് ഒരു ചാൻസും ഇല്ല. കാരണം നമുക്കാർക്കും നല്ല ഒറിജിനൽ അടിപൊളി ചിത്രങ്ങൾ വരയ്ക്കാൻ അറിയില്ല. നമ്മളാരും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തൊഴുവാനായിട്ട് ഒരു തവണ പോയതേ നമുക്ക് ഓർമ്മയുള്ളൂ. അല്ലാതെ നമ്മൾ അവിടെയൊന്നും ചുറ്റി തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ആർക്കും അറിയില്ല. കൊണ്ടാണ് ഞാൻ ആ നിലവാരത്തിൽ ആർക്കും സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്ക് മാത്രമല്ല, അത് നിങ്ങളുടെ മാത്രം അഭിമാനമായിട്ട് കണക്കാക്കുകയും ചെയ്യണ്ട. അപ്പൊ ഞാൻ തന്ന വെല്ലുവിളി ഏറ്റെടുത്ത് നിങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഷഫീന ബീവിനെ തൊട്ടാ പൊള്ളൂലേ? ഏറ്റെടുത്തില്ലേ? ഇനി ഒന്ന് കാണിച്ചു തരി. ഒരാളെങ്കിലും അത് കാണിച്ചു തരി. ഒരാളെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും. വെടിയുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും കേട്ടോ. ഷഫീന ബീബി ഇതും ഏറ്റെടുത്തത് പാളിപ്പോയി എന്നുള്ള വിവരം കൂടി ഒന്ന് ഷഫീന ബീബിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേരിൽ ഉള്ള കേസാണ് വേണ്ടത്, അല്ലാതെ ഞാൻ കൊടുത്ത കേസ് വേണമെങ്കിൽ ഞാൻ തന്നെ തരാം. മറ്റേ ABC മലയാളക്കാരും. അപ്പോൾ ഇതിങ്ങനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് നമ്മുടെ താത്ത, നമ്മളെ ഷഫീന ബീബി നല്ല രീതിയിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി തുടർന്നുള്ള കാര്യമെന്ന് വെച്ചാൽ തന്നെ നിരപരാധിത്വം തെളിയിക്കുക, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരത്തിക്കെതിരെ അവർ പറഞ്ഞ രീതിയിലുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കേണ്ടത് നമ്മുടെ ഷഫീന ഇത്തയുടെ ഉത്തരവാദിത്വമാണ്. ഇനി അവരത് തെളിയിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഏത് വെല്ലുവിളികളും ഏറ്റെടുക്കാനായിട്ട് ഉള്ള ഒരു മനക്കരുത്തും ഒക്കെ വിൽ പവറൊക്കെ ഉള്ളൊരു സ്ത്രീ തന്നെയാണ് അവർ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ സ്വന്തം രാധയും കാത്തിരിക്കുകയാണ്. അവരിങ്ങനെ ഒരു എന്താ പറയുന്നത്, അവർ ഒരു ശക്തമായ തെളിവും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണൻ്റെ സ്വന്തം രാധയും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താവും എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കും കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.